ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ചെറുതല്ല, ആക്ച്വലി ഒരു നല്ലൊരു ട്രിപ്പാണ് പോകുന്നത്. ഒരു 7 days ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. വഴിയെ ഞാൻ ഓരോ വീഡിയോസിലും പല പല കാര്യങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പം നമ്മൾ നേരെ നമ്മുടെ എയർപോർട്ടിലെത്തി ആൻഡ് ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോവാണ്. ആൻഡ് ഐ വിൽ ഷോ യു ഏത് സ്ഥലമാണെന്നൊക്കെ വഴിയെ. വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് പോകുന്ന ഒരു ട്രിപ്പാണ്. I hope it will be very best one and we will enjoy it. അങ്ങനെ ക്യൂവും കാത്തിരിപ്പും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലൈറ്റിനടുത്തെത്തി. അത്യാവശ്യം നല്ല തിരക്കും നല്ല റഷും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഫ്ലൈറ്റിൽ പോകുന്നത് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പേടിയുണ്ടൊന്നുമല്ല, പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് ചെയ്യാനില്ലല്ലോ, വെറുതെ അതിനകത്ത് ഇരിക്കുകയല്ലേ. സാധാരണഗതിയിൽ ഞാൻ ഉറങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. ഇന്ന് പക്ഷെ വായിക്കാൻ ഒരു ബുക്കും എടുത്തില്ല. സോ ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഇരുട്ടാണ്, രാത്രിയായി ഗൈസ്. നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യുമെന്ന് തോന്നുന്നു. അവസാനം നമ്മൾ ലാൻഡ് ചെയ്ത് ഗൈസ് പോർട്ടുഗോയ്ക്ക് എത്തിയിരിക്കുകയാണ്, മോണ്ടിനീഗ്രോ. ആൻഡ് ക്ലൈമറ്റൊക്കെ അത്യാവശ്യം നമുക്ക് അധികം വലിയ തണുപ്പൊന്നുമില്ല, നമുക്ക് സഹിക്കാവുന്ന ക്ലൈമറ്റ് തന്നെയാണ്. ആൻഡ് ഇവിടെ ഞങ്ങളൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ തന്നെ ഉണ്ടാക്കിയ ഒരു വൈനാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഓണർ കൊണ്ട് തന്നതാണ്. ആൻഡ് ഇതിൻ്റെ പുറം ഭാഗം രാവിലെ ആയി കേട്ടോ. പുറം ഭാഗം നോക്കുമ്പോൾ എല്ലാ ആപ്പിൾ തോട്ടവും മുന്തിരിത്തോട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതിന് ചുറ്റും. ആപ്പിൾസൊക്കെ ചെറുതാണ്, വിളഞ്ഞിട്ടില്ല. ഗ്രേപ്സ് ആണെങ്കിലും അതിൻ്റെ സീസൺ അല്ലാന്ന് തോന്നുന്നു. ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു സീസൺ ടൈം വന്നാൽ നിറയെ ആപ്പിളും നിറയെ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുക്ക് ഇവിടെ താമസിക്കാം. ഞങ്ങൾ ജസ്റ്റ് ഒരു നൈറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് എല്ലാം പാക്ക് ചെയ്തതാ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. എനിക്ക് കുറച്ച് നേരം കൂടെയൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കാരണം ആൻഡ് നമുക്കിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യേണ്ട സമയം ആയതുകൊണ്ട് ആണ് ഞങ്ങളങ്ങ് ഇറങ്ങി. ഞാൻ പോകുന്ന വഴിയൊക്കെ ഭയങ്കര മനോഹരമായിരുന്നു. മോണ്ടിനീഗ്രോ എന്ന് പറയുന്നത് തന്നെ മൗണ്ടെയിൻസുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. മോണ്ടിനീഗ്രോ, ബ്ലാക്ക് മൗണ്ടെയിൻ എന്നൊക്കെയാണല്ലോ അതിൻ്റെ അർത്ഥം തന്നെ വരുന്നത്. നമ്മളൊരു താമരശ്ശേരി ചുരം കയറുന്നോട്ട് ഇങ്ങനെ ഒരു മല കയറിയായിരുന്നു പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ഭയങ്കര കാഴ്ചകളും മലകളും, പല പച്ചപ്പ് നിറഞ്ഞ മലകൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ കല്ലുകൊണ്ടുള്ള ബ്രിക്സ്, പല കൈൻഡ് ഓഫ് മലകളായിരുന്നു മൊത്തം കാഴ്ചകളും. ഈ പ്രകൃതി ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്ക്, മല ഹൈക്കിങ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ്. ആൻഡ് ഇവിടുത്തെ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. ഇംഗ്ലീഷ് അല്ല ഇവർ സംസാരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇവർക്ക് അറിയില്ല ഇംഗ്ലീഷ് എന്ന് തന്നെ വേണേൽ പറയാം. അവർ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്താണ് നമ്മളോട് തന്നെ സംസാരിക്കുന്നത്. പിന്നെ ഇവർക്ക് മിക്കവർക്കും പിന്നെ റഷ്യൻ അറിയാം. സോ എനിക്ക് കുറച്ച് റഷ്യനൊക്കെ അറിയാവുന്നതുകൊണ്ട് വലിയ പ്രശ്നം തോന്നിയില്ല. നേരിട്ട് കാണുമ്പോൾ ഈ കാഴ്ചകളൊക്കെ ഭയങ്കര മനോഹരമാണ്. ഫോണിലെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി കുറവൊക്കെ കാണും. പക്ഷേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഒരു 1 time വിസിറ്റാണ് ഈ പ്ലേസ്. ഇവിടെ ഒരു 7 ദിവസമാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഓരോ വ്ളോഗിലും ഞാൻ ഓരോ സ്ഥലത്തിൻ്റേത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു ജസ്റ്റ് ഒരു 1.5 day സ്പെൻഡ് ചെയ്യുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. കുറേ ദൂരം, ഒരു ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ പച്ചപ്പ് നിറഞ്ഞ മലയൊക്കെ മാറിക്കണ്ടോ, മഞ്ഞ് വീണ ഒരു സ്ഥലത്തേക്ക് എത്തിയത്. കാരണം നമ്മൾ ഒരുപാട് ഹൈയിൽ വന്നു, നമ്മൾ മല കയറി ഒരുപാട് മുകളിലാണ്, ഓൾമോസ്റ്റ് പീക്കിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ മലകളിലും മഞ്ഞ് വീണ് കിടപ്പുണ്ട്. കാരണം ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം മഞ്ഞെല്ലാം ഉറഞ്ഞ് ഐസ് പോലെ ആയിട്ടുണ്ട് ഇപ്പം. പക്ഷെ നമുക്കിങ്ങനെ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഒരു ടെൻറ്റ്. ഇവിടെ ഇങ്ങനെ ഒരു 6-7 ടെൻറ്റ് പോലെ ഇവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 പേർക്കൊക്കെ ഇതിനകത്ത് സ്റ്റേ ചെയ്യാം. ഞങ്ങൾ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഉള്ള വ്യൂ നോക്കിക്കേ, പറഞ്ഞറിയിക്കാൻ പറ്റുമോ?
കുറേ നേരമൊക്കെ ഇത് കണ്ടിരുന്നു. ആൻഡ് ഇവിടുത്തെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഒരു ബിയറാണ് ഇത് ആക്ച്വലി വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര ഹഗ്ഗബിളാണ്, ലൈക്ക് നമുക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ബിയറിനെയാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു റിസോർട്ടിൻ്റെ പേര് മൗണ്ടൻ ഹൗസസ് എന്നാണ്. ഇവിടെ ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്. ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കുറേ അവൈലബിലിറ്റി കാണാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട ഫെസിലിറ്റീസ് ഉള്ള ഒരുപാട് റിസോർട്ട്സ് ഉണ്ട് ആക്ച്വലി. ആൻഡ് ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് കുറച്ച് നടക്കാൻ ഒരു 500 മീറ്റർ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു ലേക്ക് വിത്ത് മൗണ്ടെയിൻ ആ ഒരു സ്ഥലത്തേക്ക് എത്തും. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നാഷണൽ പാർക്ക്. ഇതെല്ലാം നാഷണൽ പാർക്കാണ്. ഡർമിറ്റോറിലെ നാഷണൽ പാർക്കാണ്. ആക്ച്വലി ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് പോയിന്റ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയൊക്കെ ഉണ്ട്. കുട്ടികൾക്കാണോ എന്നറിയില്ല, ഞങ്ങളും കയറി കളിക്കുകയൊക്കെ ചെയ്തു. മനസ്സുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോഴും കുട്ടികളാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വരുന്നതിന് മുമ്പ് ഇവിടെ മഞ്ഞ് വീഴ്ച ഉണ്ടായെന്ന് തോന്നുന്നു. വഴിയുടെ സൈഡിലെല്ലാം മഞ്ഞ് തണുത്ത് ഉറഞ്ഞു കിടക്കുകയാണ്. ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പിക്ചർ ഫ്രെയിംസ് ഉണ്ടാക്കി വെക്കില്ലേ, ഈ മൗണ്ടെയിൻ അല്ലെങ്കിൽ ലേക്ക്. അപ്പോൾ എപ്പോഴോ മനസ്സിൽ തങ്ങി നിന്ന് എപ്പോഴൊക്കെയോ കണ്ടിട്ടുള്ള ഒരു പിക്ചർ ഫ്രെയിം എൻ്റെ മുന്നിൽ റിയാലിറ്റിയിൽ വന്ന്, അല്ലെങ്കിൽ ഞാനത് കണ്ടുകൊണ്ട് നേരിട്ട് നിൽക്കുന്ന ഫീലായിരുന്നു എനിക്ക് ആക്ച്വലി. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇതൊരു ചെറിയ ചാല് പോലെ എനിക്ക് തോന്നുന്നത്. നമ്മുടെ തോടൊക്കെ ഇല്ലേ, ഇപ്പോൾ ഇവിടെ വെള്ളമൊന്നുമില്ല, മഞ്ഞിങ്ങനെ അവിടെ ഇവിടെയായിട്ടൊക്കെ കാണാം. എനിക്കൊന്ന് വെള്ളമുള്ള സമയത്ത് ഇതിലെ വെള്ളം ഒഴുകി പോകുന്ന ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, ആയിരിക്കാം. കാരണം ഒരു പാലമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ പാലത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത്. ഇതാണ് മൗണ്ടൻ ബൈറ്റ്. ആകെ ഇവിടെ കഴിക്കാനധികം വലിയ ഫുഡൊന്നും ഞങ്ങൾ കണ്ടില്ല. ആൻഡ് ഉള്ളതൊക്കെ അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല. ആകെയുള്ളത് ഇവിടുത്തെ ഫുഡ്, റാപ്പ് ഒക്കെ ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. സോ ഞങ്ങൾ ഇവിടെ നിന്നാണ് മോസ്റ്റ്ലി ഫുഡ് വാങ്ങിച്ചത്. ഇതാണ് ഞങ്ങളുടെ നിൽക്കുന്ന ആ ഒരു ടെൻറ്റിനകത്ത്. ഇങ്ങനെ 4 പേർക്ക് നിൽക്കുക. ഇവിടെ ഹീറ്ററൊക്കെ ഉണ്ട്, TV ഉണ്ട്, മുകളിലും താഴെയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇന്നിവിടെ കിടന്നുറങ്ങി. നാളെ ഞങ്ങൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ നാളത്തെ വീഡിയോ അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു.